അവതാറിൻ്റെ മാസ്മരിക ലോകം. അപ്പോൾ നമ്മൾ ഇതാ അർത്തുങ്കൽ ബീച്ച് നമ്മൾ ഇവിടെ ഒരു പഴയ വീടുണ്ട് കേട്ടോ. ഉണ്ടോ? പഴയതാണോ പുതിയതാണോ എന്നറിയില്ല. പഴയത് പുതുക്കിയതായിരിക്കാം ചിലപ്പോൾ. അപ്പോൾ ഓക്കെ, നമ്മൾ ഇവിടെ നല്ല പൂഴിയാണ് ഫുൾ. Happy Christmas. Happy Christmas. Same to you. Thank you. ക്രിസ്മസ് ഉണ്ട്, നമ്മളത് അവരെ ഇതാക്കണ്ടല്ലോ. അപ്പം നമ്മൾ അർത്തുങ്കൽ ബീച്ചിൽ നിന്ന് പതിയെ മുന്നോട്ട് പോയി. അപ്പോൾ അർത്തുങ്കൽ പള്ളി നമുക്കിവിടെ കാണാം കേട്ടോ. ബീച്ചിൽ നിങ്ങൾ നേരെ പോന്നു കഴിയുമ്പോൾ ഇവിടെ പള്ളി കാണാം. ഇവിടെ ഒരു പഴയ സ്കൂളുണ്ട്, ഇവിടെയുണ്ട്. വേണ്ട, ഏത് LP സ്കൂളാണെന്നോ ഇവിടെ ഉണ്ട്. നല്ല രസമുള്ളൊരു സ്കൂൾ, സെൻറ്റ് ഫ്രാൻസിസ് അസീസി ഹയർ സെക്കൻഡറി സ്കൂൾ. 1904 പണിതല്ലാണ് കേട്ടോ. നമുക്ക് നിർത്തിയെടുത്ത് കാണേണ്ട സാധനമല്ലേ, പഴയ കാലത്തുണ്ട്. കാണത്തിന് ഏകദേശം അറിയാൻ പറ്റും. വേണ്ട, പഴമ അർത്തുങ്കൽ അകത്തേറിയെടുക്കാനുള്ള ഇതില്ല. കൊള്ളാം അല്ലേ, പഴയ കാലത്താണ്. നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് അവർ. അതേപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ പഠിക്കുക എന്ന് പറയണത് അവരുടെയൊക്കെ ഓർമ്മകൾ നല്ല രസമായിട്ട്. ഞങ്ങളൊക്കെ പഠിച്ച സ്കൂളൊക്കെ പൊളിച്ചു, അത് തകർന്ന നാമവിശേഷം പോലെയായി, ശ്രദ്ധയില്ലാതെ. പക്ഷെ ഇതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, നല്ല വൃത്തിയായിട്ട് തന്നെ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ പള്ളി നമുക്ക് അവിടെ കാണാം. ഓക്കെ, അങ്ങോട്ട് പോവാം. ഇതാണ് അർത്തുങ്കൽ പള്ളി. നമ്മളിവിടുന്ന് നേരെ അപ്പുറത്ത് ആ വഴിയുണ്ട്, ആ വഴിയിലേക്ക് കൂടി പോകാനുള്ള പരിപാടി കേട്ടോ. ആ വഴി കൂടി പോകാനുള്ള പരിപാടിയാണ്. കരിങ്കല്ല് വെച്ച് പോണത് പള്ളിയാണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് അതിന് ആ ഒരു ഫീല് മനസ്സിലാവും, പഴയ കാലത്തെ പള്ളി കരിങ്കല്ല് വെച്ച് പോണത്. നമ്മളിപ്പോൾ മാരാരിക്കുളം ഭാഗത്ത് കൂടെയാണ് സഞ്ചരിക്കുന്നത്. അർത്തുങ്കൽ കഴിഞ്ഞു, ആലപ്പുഴ ലക്ഷ്യമായിട്ട് പോകുമ്പോൾ മാരാരിക്കുളം ബീച്ച് സൈഡിലുള്ള റോഡിലൂടെ ഉണ്ട് സഞ്ചരിക്കുന്നത്. ഹൈവേ കൂടി പോവുകയാണ് പ്രത്യേകിച്ച്. പക്ഷെ ഇവിടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ മൊത്തം എങ്ങനെ നല്ല സ്പീഡ് വന്നിരിക്കും. ഈ റോഡ് നല്ലതാണ്, സ്വാഭാവികമായിട്ടും കത്തിച്ച് വിടുകയാണ്. എല്ലാവരും റൈഡിങ് ഇത്ര ഉള്ളു. ഇവിടെ വല്ല ബീച്ചോ മേളിക്കണ്ടി ജസ്റ്റ് ഒന്ന് കയറി. പക്ഷെ അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ നിറയെ ചവറും. ആ ബീച്ചിലും ചവറാണ്, എന്നാലും ഒരു വീട് പച്ചപ്പായിട്ട് പണ്ട് ഞങ്ങൾ പിടിപ്പിച്ചിരുന്നു. പക്ഷെ അതൊക്കെ ഇന്നിപ്പോൾ ഈ സമയമായപ്പോൾ നല്ല തിരക്കുണ്ടോ. ഈ വഴിയുടെ പ്രത്യേകത ആണോ എന്നറിയില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ 10:30-11 മണിയായില്ലേ. വലിയ വീടുകളിലേക്കൊക്കെ ആൾക്കാർ
എല്ലാം കാണിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ ഈ കാണുന്ന വീടൊക്കെ ഇല്ല, ഇതൊക്കെ ഒരു 70-ലെ വീടാണ്. 70 കാലഘട്ടത്തിൽ ചേർന്നവേലിപ്പള്ളി അവിടെ ഒരു റിസോർട്ടോ ജസ്റ്റ് കണ്ടേക്കാലോ. പുല്ല് മേഞ്ഞുണ്ടോ ഉണ്ടോ? നോക്കട്ടെ, ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. കാരണം എന്താണെന്ന് മനസ്സിലാവണില്ല, എൻ്റെ പ്രൊണൗൺസിയേഷൻ കിട്ടണില്ല. ഇതാണ് സ്ഥലം. പുല്ലൊക്കെ മേഞ്ഞ സംഗതി. അങ്ങോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അങ്ങോട്ട് കടന്നിട്ട് നോക്കാം. നല്ല തിരക്കാണ്. അവിടെ ഗാർഡൻ ഉണ്ട്. ഓ, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് എടുത്തേക്കാം. എൻ്റെ ഗ്യാപ്പിൽ കൂടി ഇതാണ് വീട്. അപ്പം സന്തോഷ് കുളങ്ങരെ പോലുള്ള ആളുകളൊക്കെ ഇതൊന്നും നോക്കണ്ടേ. എന്താണ് റിസോർട്ടാണോ എന്താണെന്ന് മനസ്സിലാവണില്ല കേട്ടോ. അതിന് സന്തോഷ് കുളങ്ങരെ പോലുള്ള ആളുകളൊക്കെ നമ്മുടെ നാട്ടിലില്ല എന്ന് പറയാനുള്ള അർത്ഥമില്ല. ഇതൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇങ്ങനെയൊക്കെ പല സംഗതികളുണ്ട്. പുല്ല് കഴിഞ്ഞത് റിസോർട്ടല്ലെന്നോ വേറെ എന്തോ ആണ്, പക്ഷെ അവിടെ എന്തോ രൂപങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആലപ്പുഴ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്താണ് കുറച്ച്. ആലപ്പുഴ സ്ട്രൈറ്റ്, മാരാരിക്കുളം ബീച്ച് റൈറ്റ്, മാരാരിക്കുളം ക്ഷേത്രം ലെഫ്റ്റ്. ബീച്ചിൽ ഇനി കയറണമെന്നറിയില്ല. മാരാരിക്കുളം ബീച്ച് അത് ഫേമസാണോ? എന്തോരം ദൂരം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ വേസ്റ്റ് ആണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ബീച്ച് മുഴുവൻ വേസ്റ്റ്. നമ്മൾ വെറുതെ ആവണം വരെ പോയി. ഒരു ജംഗ്ഷനുണ്ട്. ബീച്ചിലേക്ക് പോയി നോക്കാം. ഇവിടെ ബീച്ച് കുറച്ച് ദൂരം തോന്നുന്നു. പോയി നോക്കാം. നമ്മൾ പോവാത്തൊരു വഴിയായോണ്ട് പോയി നോക്കി. വഴി വലിയ കുഴപ്പമില്ല. ഒരു പഴയകാല ലൈറ്റ് അവിടെ നിന്നാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് എടുക്കാം. ലൈറ്റ് കുറയുന്നു, കിട്ടാൻ വഴിയില്ല. ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ പെട്ടെന്ന് എത്തി. പക്ഷേ സെയിം ആയിരിക്കും. വേസ്റ്റ് കാര്യങ്ങൾ ഇഷ്ടംപോലെ കാണും. ഇവിടെ ആളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ക്രിസ്മസ് ആയിട്ടും അത്യാവശ്യം നല്ല ആൾ തിരക്കുണ്ട് ഇവിടെ. ഇപ്പോഴും വിദേശരും ഒക്കെയാണ് വന്നത്. ചിലപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാം പുറത്തുനിന്നുള്ള ആളുകളാണ്. അപ്പം നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് നോക്കിയിട്ട് പോകണതാണ് നല്ലത്. ചിലപ്പോൾ അവിടെ വേസ്റ്റൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇവിടെ ആൾ തിരക്ക് കൂടുതലാണ്. തിരക്ക് കൂടുതലാണ്. അപ്പുറത്തെ ബീച്ച് പോലെയല്ല. ഉണ്ടോ, അയ്യപ്പന്മാരെ വണ്ടി വരെ ഉണ്ട്. എല്ലാം കൂടെ ഒന്ന് പോയി നോക്കാം അല്ലേ. മാരാരിക്കുളം ബീച്ച് ഉണ്ടോ. ഇതാണ് മാരാരിക്കുളം ബീച്ച് കേട്ടോ. ഇതിൻ്റെ ഒരു ബാക്ക് സൈഡാണ്. അവിടെ കുറേ കച്ചവട സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് താഴോട്ട് വരാം. എന്താ, മനുഷ്യൻ വരുന്ന ബീച്ചുകളുടെ പ്രധാന ഉപോൽപ്പന്നമാണ് ഈ കിടക്കണം മുഴുവൻ. ആണോ, വേസ്റ്റ് കിടക്കണമെങ്കിൽ സകല സ്ഥലത്തും വേസ്റ്റാണ്, മാലിന്യം. അതിൻ്റെ അകത്ത് നിന്നാണ് സെൽഫി എടുക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഞങ്ങളൊരു സെൽഫി എടുക്കുക. ഇത് കുറേ നാൾ കഴിയുമ്പോഴുള്ള ഒരു സിസ്റ്റം ഞാൻ പറഞ്ഞുതരാം.
ഞാൻ അങ്ങനെ സെൽഫി എടുക്കണം അല്ല എവിടെ സെൽഫി വെച്ചാലും ഇതായിരിക്കും അവസ്ഥ. ഈ വേസ്റ്റിൽ നിന്നിട്ട് സെൽഫി എടുക്കാൻ പറ്റില്ല. അത്രയും വേസ്റ്റ് ഇവിടെ നിന്ന് അറിയും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അടുത്ത തലമുറ വേസ്റ്റിൽ നിന്ന് സെൽഫി എടുക്കാനുള്ള ഗതികേട്ടിലേക്ക് പോകും. കണ്ടോ, ഉണ്ടാവാൻ പോണതാണ്. സകല സ്ഥലത്തും വേസ്റ്റാണ് അല്ല. ഇതാണോ ബീച്ച്? ഇതൊക്കെ ബീച്ചെന്ന് പറയാൻ പറ്റുമോ? ബീച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് വൃത്തിയും വെടുപ്പും വേണ്ടേ? മനുഷ്യർ വരുന്ന സ്ഥലമല്ലേ ഒന്നില്ലെങ്കിൽ. അതിന് പകരമുള്ള സകല സ്ഥലത്തും വേസ്റ്റ്. മൃഗങ്ങളൊക്കെ ആണെങ്കിൽ പോട്ടെ എന്ന് നോക്കിയാൽ മൃഗങ്ങളൊന്നും കൊണ്ടുവരില്ലല്ലോ വേസ്റ്റ്. മനുഷ്യൻ തന്നെയല്ലേ വേസ്റ്റ് കൊണ്ടുവന്നിടുന്നു. നോക്കിക്കോ, സകല സ്ഥലത്തും വേസ്റ്റാണ് അല്ല. കണ്ടോ, ആ കാണുന്നത് മുഴുവൻ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഇഷ്ടം പോലെ സ്ഥലത്ത് വേസ്റ്റ് കിടപ്പുണ്ട്. അതിൻ്റെ അകത്ത് നിന്നിട്ടാണ് നമ്മൾ സെൽഫി എടുക്കുന്നത്. സൂപ്പറായിരിക്കും അല്ലേ? ആ മാരാരിക്കുളം ബീച്ചിലൊക്കെ നിൽക്കണം ഞങ്ങൾ. ഇപ്പോൾ സമയം ഒരു 11:30 കഴിഞ്ഞിട്ട് 11:30 ഉണ്ടാവും. 1 മണിക്കൂറോളം റൈഡ് ചെയ്യുന്നുണ്ട്. മാരാരിക്കുളം ബീച്ച്. ലൈറ്റ് അവിടെ നിന്നായതുകൊണ്ട് ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് അറിയില്ല. നല്ല ആളാണ്. ഇന്നിപ്പോൾ ഡിസംബർ 25 ക്രിസ്മസ് ആയിട്ട് നല്ല തിരക്കുണ്ട്. ഫുള്ളും ഉത്തരേന്ത്യക്കാരുണ്ട്. ഇവിടെ കേൾക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഉത്തരേന്ത്യൻസാണ്. അപ്പോൾ നമ്മൾ ബീച്ചുകളിലൊക്കെ പതിയെ വന്ന് ഒന്ന് ഈ ഭാഗത്തേക്ക് അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ബീച്ചിൽ അങ്ങനെ അത്ര വലിയ താല്പര്യമില്ല. എന്നാലും വെള്ളം ജസ്റ്റ് വരുന്നു. നല്ല നിറയുണ്ടല്ലേ? ഇവിടെ ബീച്ചിൻ്റെ സൈഡ് വൃത്തിയാണ്. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെന്ന് വെച്ചാൽ മുന്നത്തെ അപേക്ഷിച്ച് ചിലപ്പോൾ കുറവായിരിക്കും കേട്ടോ. നമുക്കറിയില്ല. നേരത്തെ ഇതിലും വൃത്തിയോടായിരുന്നിരിക്കാം. അപ്പോൾ വൃത്തിയാക്കണോണ്ടായിരിക്കും കുറച്ചെങ്കിലും വൃത്തി. ഒട്ടും വരാൻ പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കണക്ക്. ഷൂസ് വരെ നനഞ്ഞു. നനഞ്ഞ ഷൂസ് ഇട്ട് വേണം യാത്ര ചെയ്യാൻ. നല്ലൊരു തരയായിരുന്നു കേട്ടോ. ഞാൻ അപ്പുറത്ത് പോയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ എന്തായാലും കിട്ടി. നല്ല ഉഗ്രം തരാം. സൂപ്പർ തരയായിരുന്നു. അവിടെ ഉത്തരേന്ത്യക്കാരാണ് കൂടുതലും വന്നിട്ടുള്ളത് കേട്ടോ. അവരൊക്കെ ഇവിടെ കേൾക്കാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ ആ ഭാഗത്തേക്കൊക്കെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഓക്കെ, അവരൊക്കെ നനയാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. Sorry? മലയാളി തന്നെ. No, English. No, I'm from Mumbai. Yeah. Bike ride? My friend actually have a stream. My friend stream. ഇപ്പം
മാരാരിക്കുളം ബീച്ചിൽ നിന്ന് ഞങ്ങൾ പോവേണ്ട. നല്ല തിരക്കാണ്. ക്രിസ്മസ് ഡേ ഉണ്ട്, നല്ല തിരക്കുണ്ട്. ഓക്കെ, ജസ്റ്റ് അവിടെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. മാരാരിക്കുളം ബീച്ചിൽ നിന്ന് പതിയെ മുന്നോട്ട് പോയത്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ വിദേശിയാണെന്നാണ് ചോദ്യം. കാരണം നമ്മുടെ ഈ കെട്ടുമ്പോൾ ഈ സൈക്കിൾ മത്ത ബാഗും കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ നമ്മളെന്തോ വേൾഡ് റൈഡ് നടത്തുന്ന ആൾക്കാരാണ് ധരിച്ചെന്ന് തോന്നുന്നത്. പുള്ളി മുംബൈക്കാരനാണ്, പുള്ളി ഇംഗ്ലീഷുകാരനാണെന്നാണ് പറയുന്നത്. പുള്ളി നമ്മൾ മലയാളിയാണെന്ന് പറഞ്ഞിട്ട് പുള്ളി വിശ്വസിക്കാനില്ല. എന്താണ്, നമുക്ക് വേണമെങ്കിലൊക്കെ അങ്ങനെ ജീവിക്കാമെന്ന് കേട്ടോ. സായിപ്പും നമ്മളുടെ ഒരു പോട്ടെ, ഓരോരുത്തരും ഇഷ്ടമല്ലേ. എന്തെങ്കിലാവട്ടെ. അവിടെ ഒരു പഴയ വീടും അവിടെ പുൽക്കൂടൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം മാരാരിക്കുളം ബീച്ചാണ്. ഇവിടെ ഒരു വീട് നമ്മൾ കണ്ടാണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ. ഓക്കെ, അപ്പോൾ തിരിച്ചു പോയാം കേട്ടോ. അപ്പോൾ ഓക്കെ എന്നാൽ അപ്പം അങ്ങോട്ട് പോയപ്പോൾ അടച്ചായിരുന്നു. അപ്പോൾ ശരി, മാരാരിക്കുളം ബീച്ചും കഴിഞ്ഞു. ഇപ്പോൾ സമയം 11:45. നമ്മൾ മാരാരിക്കുളം ബീച്ചിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ കാട്ടൂർ നേരെ ആലപ്പുഴ നേരെ പാതിരാപ്പള്ളി എന്ന് പറഞ്ഞാൽ അവിടെ നേരെ, അപ്പോൾ നേരെ പോകണം നമ്മൾ. ഓക്കെ, 11:45 ടൈം. അപ്പോൾ കുറച്ചായിട്ടുള്ളൂ, നമ്മൾ അധികം ദൂരമൊന്നും ആയിട്ടില്ല, വളരെ സ്ലോവിലാണ് പോകുന്നത്. ഓക്കെ, എന്തായാലും സ്ലോയിൽ പോയാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പം നമുക്ക് ധൃതിയൊന്നുമില്ല. ഇത്ര സമയം വരെ റൈഡ് ചെയ്യുക, എവിടെ എത്തുന്നു അവിടെ തിരിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ.